വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വൈകുന്നേരം വരികയുണ്ടായി. അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ശ്രീ ജോർജ് കുര്യൻ മിനിസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന. അദ്ദേഹം മലയാളിയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. കേരളത്തെ അങ്ങേയറ്റം അവഗണിച്ച ഒരു ബഡ്ജറ്റിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കേരളം വലിയ പുരോഗതി നേടിപ്പോയി, വികസനം നേടിപ്പോയി, അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊന്നും ലഭിക്കാത്തത് എന്നാണ്. അവിടെ ഒരു പ്രശ്നം, വളരെ കൗതുകകരമായൊരു കാര്യം ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? കേരളത്തിൽ BJPയുടെ കയ്യിൽ ഏൽപ്പിക്കൂ, BJP ഏൽപ്പിച്ചാൽ കേരളത്തിന് പുരോഗതി ഉണ്ടാകും എന്നല്ലേ? BJPക്ക് ഇതുവരെ കടന്നു വരാൻ കഴിയാത്ത കേരളത്തിൽ വലിയ പുരോഗതി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് BJP സമ്മതിക്കുകയാണ്. എന്നിട്ട് അതേ ശ്രീ ജോർജ് കുര്യൻ പറയുന്നു, റോഡില്ലാത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത, വികസനത്തിൻ്റെ വെളിച്ചമെത്തി നോക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും വേണ്ടി സ്വാഭാവികമായി കൂടുതൽ പണം അലോട്ട് ചെയ്തതാണെന്ന് അദ്ദേഹം പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? BJPക്ക് സ്വാധീനമുള്ള, BJP സ്ഥിരമായി ഭരിക്കാറുള്ള സംസ്ഥാനങ്ങളിൽ വികസനത്തിൻ്റെ തരിമ്പുമെത്തുന്നില്ല എന്ന് ജോർജ് കുര്യൻ തന്നെ കുറ്റസമ്മതം നടത്തുകയുമാണ്. ഇവിടെ കേരളത്തെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്ന് ഒരു BJPക്ക് MP കിട്ടാത്തതാണ്, താമര വിരിയാത്തതാണ് കേരളത്തിനെ ഈ മാറ്റി നിർത്താനുള്ള കാരണം. അതുതന്നെ രാഷ്ട്രീയമായി ഭരണഘടനാപരമായി ശരിയല്ല. ഇപ്പോഴോ അവർ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രൊപ്പഗാൻഡ അതായിരുന്നല്ലോ. ഇനി എന്ത് പ്രൊപ്പഗാൻഡ നടത്തും? ഒരാൾ ജയിച്ചു വന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? പഴയതുപോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പഴയതുപോലും കിട്ടുന്നില്ല. എന്തായാലും ഈ ബഡ്ജറ്റിന് ശേഷം ശ്രീ സുരേഷ് ഗോപി ഇതുവരെ മിണ്ടിയിട്ടില്ല, വാതുറന്നിട്ടില്ല. അങ്ങനെ ഒരു സഹായമെങ്കിലും ഉണ്ടായി. ശ്രീ ജോർജ് കുര്യൻ വാതുറന്നു. എത്ര ശ്രമിച്ചാലും കുറേ കാലമായി BJPക്ക് അകത്ത് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ഗോപി അത്ര പോരാ, അല്ലെങ്കിൽ ഈ ജോർജ് കുര്യൻ ഇങ്ങനെ എന്തോ മഹാനാണ്, വിശുദ്ധനാണ് എന്നെല്ലാം ഒരു താരതമ്യം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ BJPയുടെ ഒരു വിഭാഗം. എത്ര അടക്കി വെച്ചാലും, ഈ അറബിക്കഥ സിനിമയിലൊരു ഡയലോഗുണ്ട്, എത്ര അടക്കി വെച്ചാലും അകത്തെ ഈ ഫ്രോഡിങ് പുറത്തു വരുമെന്ന് സുരാജ് കുഞ്ഞാറോട് പറയുന്നുണ്ട്. എത്ര അകത്ത് വെച്ചാലും, അത് സുരേഷ് ഗോപി ആയാലും ശ്രീ ജോർജ് കുര്യൻ ആയാലും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കേരള വിരുദ്ധത അപ്പോഴപ്പോഴും പുറത്തു വരികയാണ്. BJP വിശദീകരിക്കാൻ തയ്യാറാണ്. BJP ഒരു ദേശീയ പാർട്ടിയാണ്, ഏറെക്കാലമായി രാജ്യം ഭരിക്കുകയാണ്. ആ പാർട്ടി വളരെ കൃത്യമായ ഒരു നയം വ്യക്തമാക്കാൻ തയ്യാറാക്കണം. എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? എന്തുകൊണ്ട് കേരളത്തെ ഒഴിവാക്കുന്നു? നിങ്ങൾക്ക് രാഷ്ട്രീയമായി എന്താണ് കേരളത്തോടുള്ള വിയോജിപ്പ്? കേരളം ആർജിച്ചെടുത്ത സമ്പൂർണ്ണ സാക്ഷരതയാണോ? കേരളം ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ നേട്ടങ്ങളാണോ? സാമൂഹികമായ മുന്നേറ്റമാണോ? കേരളം നിലനിർത്തുന്ന സെക്കുലർ ഫാബ്രിക്കാണോ? കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവമാണോ? കേരളത്തിൻ്റെ മനോഹരമായ കൾച്ചറൽ അന്തരീക്ഷമാണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഈ കഴിഞ്ഞ കാലയളവിൽ തനതായ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തിനേക്കാൾ മുമ്പിലെത്തിയ ഒരു സ്റ്റേറ്റാണ് കേരളം. നമ്മൾ ഞങ്ങളുടെ കഴിവ് പരമാവധി ഉപയോഗിച്ച് നികുതി വരുമാനം വർദ്ധിപ്പിച്ചു, തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നു, വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നു. ടൂറിസത്തിൽ നിങ്ങൾ ഹെൽത്ത് ടൂറിസത്തെക്കുറിച്ച് പുതിയ റോഡ് മാപ്പ് ഇടുകയാണല്ലോ. നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ടൂറിസം പ്രൊഡക്റ്റുകൾ കേരളത്തിൻ്റെതായി പുറത്തു വരുന്നു. കേരളത്തെ നിങ്ങൾക്ക് മാതൃകയാക്കേണ്ടി വരുന്നു. ഇൻഡസ്ട്രിയൽ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിലാണ് കേരളത്തെ ഇന്ത്യ മാതൃകയാക്കേണ്ടി വന്നിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറുന്നു. അത് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ രാജ്യങ്ങളോട് മത്സരിക്കും വിധം നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖല മാറുന്നു. കേരളത്തിൻ്റെ നമ്മുടെ MSME മേഖല, കേരളത്തിൻ്റെ വ്യവസായ മേഖലയാകെ, കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും, എഡ്യൂക്കേഷൻ രംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റം, പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രമല്ല, ഇപ്പോൾ പറയാണ്, നിങ്ങൾ ആലോചിച്ചു, ഈ ബഡ്ജറ്റിലാണ് അവർ പറയുന്നത് ഇന്ത്യയിലെ സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കുമെന്ന്. കേരളത്തിൽ കുട്ടികൾ സ്മാർട്ട് ക്ലാസ് റൂം ഇല്ലാത്ത സ്കൂളുകൾ ഇന്ന് കുറവാണ്. K ഫോൺ കൂടി വരുന്നതോടുകൂടി
ഡിജിറ്റൽ ഡിവൈഡ് അവസാനിക്കുകയാണ്. പൂർണ്ണമായും എല്ലാവർക്കും ഗുണമേന്മയുള്ള നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മുൻപാണ് കേരളം ചിന്തിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ഇന്ത്യയിലെ റാങ്കിങ്ങിലെല്ലാം മുന്നിലെത്തുന്ന സർവകലാശാലകൾ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഇതാണോ എന്താ ആരോഗ്യരംഗത്ത് ഹെൽത്ത് കെയറിൽ കേരളം ആർജിച്ചെടുത്ത നേട്ടമാണോ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞതാണോ ഞങ്ങളുടെ പ്രശ്നം? BJP ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ, രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ വളരെ കൃത്യമായി രാജ്യത്തോട് പറയണം, കേരളത്തോട് പറയണം, നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോടുള്ള വിയോജിപ്പ്? കേരളത്തോട്, മലയാളികളോട്, കേരളീയരോടുള്ള വിയോജിപ്പ് എന്താണ്? ഇവിടെ റെയിൽവേ വികസനം കേരളത്തിൻ്റെ ബേണിംഗ് ഇഷ്യൂ അല്ലേ? നിങ്ങളെല്ലാ മാധ്യമങ്ങളും പരമ്പര ചെയ്യല്ലേ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ലൗഡായി കേൾപ്പിക്കുകയല്ലേ? എന്തുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല? വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ രാജ്യത്തിലെ ഏറ്റവും മുൻനിര ഡെവലപ്ഡ് സിറ്റികളിലൊന്നായി തിരുവനന്തപുരം മാറും. തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ വളരെ വലുതാണ്. ആ വിഴിഞ്ഞം പോർട്ടിനോ വിഴിഞ്ഞത്തിനോടനുബന്ധമായി തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനത്തിനോ ₹1 നിങ്ങൾ വെച്ചോ? ₹1 വിഴിഞ്ഞത്ത് ഉണ്ടാകുന്ന ഈ എക്കണോമിക് മാറ്റം രാജ്യത്തിനാകെ ഗുണമുണ്ടാക്കുന്നതല്ലേ? രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം നാളെ സംഭാവന ചെയ്യാൻ പോകുന്നത് വളരെ സംഭാവനയല്ലേ? നിങ്ങൾ അതിനെ പരിഗണിച്ചോ? മക്കാന, താമരവിത്ത്, ബീഹാറിൽ മക്കാന ഇൻസ്റ്റിറ്റ്യൂട്ട്, മക്കാന സെൻറ്റർ, കേരളത്തിലെ റബ്ബർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റബ്ബർ ഇന്ത്യയുടെ എക്കണോമിക് സെക്ടറിന് നൽകുന്ന സംഭാവനയും മക്കാന, താമര വിത്ത് നൽകുന്ന സംഭാവനയും ഒന്ന് താരതമ്യം ചെയ്യാമോ? ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ എക്കോണമിയെ ചലിപ്പിക്കുന്നതിൽ റബ്ബർ കർഷകർ വഹിക്കുന്ന പങ്കാണോ മക്കാന കർഷകർ? ഏത് നമ്മുടെ താമര വിത്ത് ആണോ കോമ്പറ്റീറ്റീവ്? ഏതാ മുമ്പിൽ? ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായോ? അപ്പോൾ കേരളത്തെ അവഗണിക്കുകയാണ്, കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുകയാണ്. 2 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് DYFI. ഒന്നാമത്തെ കാര്യം, ശ്രീ ജോർജ് കുര്യൻ ആ പ്രസ്താവന പിൻവലിച്ച് ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളോട് മാപ്പ് പറയണം, ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം. രണ്ടാമത്തേത്, BJP നയം വ്യക്തമാക്കണം. നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു? അതിനൊരു കാരണം വേണം. എന്താണ് നിങ്ങളുടെ കാരണം? രാഷ്ട്രീയമായ കാരണമാണെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാകണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മലയാളികൾ അത്ര പിന്നിലുള്ളവരല്ല. അത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, കേരളം മുന്നിലെത്തിക്കഴിഞ്ഞ സംസ്ഥാനമാണെന്ന്. അതെ, മലയാളികൾ ഒട്ടേറെ മുന്നിലെത്തിക്കഴിഞ്ഞ സംസ്ഥാനമാണ്. ആ മലയാളികൾക്ക് നല്ല ചിന്താശേഷിയുണ്ട്, നല്ല വിവേചന ബുദ്ധിയുണ്ട്. ആ വിവേചന ബുദ്ധി ഉപയോഗിച്ച് BJPയെ കൂടുതൽ ഒറ്റപ്പെടുത്തും. ആത്മാഭിമാനമുള്ള ഒരു മലയാളിക്കും ഇനി BJPയായി തുടരാനാകില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ശ്രീ ജോർജ് കുര്യൻ്റെ ഈ തികഞ്ഞ അപക്വമായ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന കേരളത്തോടുള്ള BJPയുടെ തനതായ വെറുപ്പ് പുറത്തെടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം.